2025-26 ബഡ്ജറ്റ് കലവറയിലാണിപ്പോൾ. അപ്പോൾ അത് കലവറയിലായിരിക്കുന്ന സമയത്ത് ആ കലവറയിലേക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്കും ഒന്ന് സംഭാവന ചെയ്തു കൂടെ, അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ നിർദ്ദേശങ്ങൾ ഇവിടെ വെക്കുന്നത്. അപ്പോൾ വരുമാന സമാഹരണം, കേരളം വലിയ ധനപ്രതിസന്ധിയിലാണ്. ഇങ്ങനെ കടുത്ത ധനപ്രതിസന്ധിയിലുള്ളപ്പോൾ ധനസമാഹരണം, വരുമാന സമാഹരണം, അതിന് ഉള്ള സാധ്യതകൾ എന്തൊക്കെ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണല്ലോ. അപ്പോൾ ഈ GST കൊണ്ടുവന്ന രാജ്യങ്ങളിൽ GST വരുമാനവും GDPയും തമ്മിലുള്ള അനുപാതം അത് 30%-നും 40%-നും മുകളിലാണ്. പക്ഷേ കേരളത്തിൽ അത് 10%-ത്തിൽ താഴെയാണ്. സത്യം പറഞ്ഞാൽ GSDP ടാക്സ് റവന്യൂ വരുമാനം ഈ പോയ വർഷം 2024-25 ബഡ്ജറ്റ് എടുത്തു നോക്കിയാൽ 6.47% മാത്രമാണ്. അതായത് 7%-ത്തിൽ താഴെയാണ് എന്നർത്ഥം. അതുപോലെ തന്നെ നികുതിയേതര വരുമാനമാണെങ്കിൽ 168 രാജ്യങ്ങളെ വെച്ച് വേൾഡ് ബാങ്ക് ഒരു പഠനം നടത്തി. ആ പഠനത്തിന്റെ റിസൾട്ട് ശരാശരി 39% വരുമാനം നികുതിയേതര വരുമാനമാണ്. അതായത് ഒരു സംസ്ഥാനത്തിന്റെ വരുമാനത്തിന്റെ 39% വരെ ശരാശരിയാണ്. 168 രാജ്യങ്ങളുടെ ശരാശരി 39 എന്നാണ് കണ്ടെത്തിയത്. എന്ന് വെച്ചാൽ 39-ൽ താഴെയുള്ള രാജ്യങ്ങളുണ്ട്, 39%-ത്തിൽ കൂടുതലുള്ള രാജ്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് കേരളത്തിലേക്ക് വന്നൊന്ന് നോക്കിയാലോ. നികുതിയേതര വരുമാനം ഈ വർഷം, അതായത് 2024-25 13.2% കേരളത്തിലേത്. അത് 6%-ത്തിലും താഴെയായിരുന്ന കാലവും ഉണ്ട് കേട്ടോ. അതേ സമയത്ത് അത് വളരെ ഡീസൻ്റ് ആയിട്ട് 1980s വളരെ ഉയർന്നിരുന്നു. അതായത് ഏകദേശം 30%-ന്റെ അടുത്ത് വരെ. അതിനുശേഷമാണ് കുത്തനെ താണത്. ഇപ്പോൾ അത് വീണ്ടും പൊങ്ങി വരാൻ തുടങ്ങുകയാണ്. അഥവാ നാം പൊക്കിക്കൊണ്ടുവരണം. വന്നാൽ മാത്രമേ നമ്മുടെ ധനപ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ പറ്റുകയുള്ളൂ. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ പറയപ്പെട്ട നികുതി വരുമാനത്തിൻ്റെ പ്രശ്നം തന്നെ ആദ്യം ഒന്ന് നോക്കാം. ഈ എന്തുകൊണ്ടാണ് നികുതി വരുമാനം ഇത്രയധികം കുറയാൻ കാരണം? നികുതി വരുമാനം ഞാൻ പറഞ്ഞല്ലോ, നികുതി വരുമാനവും സംസ്ഥാനത്തിന്റെ മൊത്ത വരുമാനവും തമ്മിലുള്ള റേഷ്യോ 6.47 ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത്ര മോശമാകാൻ കാരണം എന്താണ്? ഒന്നാമത്തെ കാരണം തന്നെ കംപ്ലയൻസ് ഇല്ല. അതായത് നികുതി കൊടുക്കേണ്ടവർ കൃത്യമായിട്ട് നികുതി അടയ്ക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ എന്തുകൊണ്ടാണ് നികുതി കൊടുക്കേണ്ടവർ നികുതി അടയ്ക്കാൻ തയ്യാറാകുന്നില്ലാത്തത്? അതായത് നമ്മളിപ്പോൾ ബജറ്റ് ഇൻ ബ്രീഫ് എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്. ആ ബജറ്റ് ഇൻ ബ്രീഫ് എന്ന് പറഞ്ഞ ആ ഡോക്യുമെൻ്റ്, ബജറ്റ് ഡോക്യുമെൻ്റ്, ആ ബജറ്റ് ഡോക്യുമെൻറ്റിലെ A41 പേജ്, ആ പേജിനകത്ത് ഒരു വലിയ ടേബിളാണുള്ളത്. ബജറ്റ് ഇൻ ബ്രീഫ് എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻ്റ് മുഴുവൻ ടേബിൾസ് ആണ്. അതിലെ A41 ടേബിൾ എടുക്കുക. ആ ടേബിളിൽ പറയുന്നുണ്ട് ടാക്സസ് ഓൺ കമ്മോഡിറ്റീസ് ആൻഡ് സർവീസസ്, അതായത് ഉൽപ്പന്നങ്ങളിലും സേവനങ്ങളിലും ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി, ആ നികുതിയുടെ കുടിശ്ശിക എത്രയുണ്ട് പിരിച്ചെടുക്കാനുള്ളത്? 13,281 കോടി 2024-25 ബജറ്റ് ഡോക്യുമെന്റിലെ ഇത് പറയുന്നത്. അത് പക്ഷേ 2023 അവസാനം വരെയുള്ള കണക്കാണ്. അപ്പൊ 2022-23 വർഷം പിരിച്ചെടുക്കുന്നതിൽ വന്ന കുടിശ്ശികയാണ് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നികുതി. 13,281 കോടി കുടിശ്ശിക പിരിച്ചെടുക്കാൻ കിടക്കുന്നു. അതുപോലെ തന്നെ ടാക്സസ് ഓൺ ഡ്യൂട്ടീസ് ഓൺ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി, നിങ്ങളോ ഞാനോ ഇലക്ട്രിസിറ്റിയുടെ ടാക്സ് കൃത്യമായി കൊടുക്കാൻ പറഞ്ഞ ഡേറ്റിൽ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഫ്യൂസ് ഊരി കൊണ്ടുപോകും. പിന്നെ നമ്മൾ ഇലക്ട്രിസിറ്റി പ്രകാശം കാണത്തില്ല. പക്ഷേ ഇലക്ട്രിസിറ്റി ബോർഡ് ഇങ്ങനെ ഒരു ഇത് വരുത്താൻ കാരണം ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് കൊടുക്കേണ്ട പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കറണ്ട് ചാർജ് ആയിരിക്കണം കുറ്റക്കാര്. ഇവിടെ എത്ര കോടിയാണ് കൊടുക്കാനുള്ളത്? ടാക്സസ് ഓൺ ഡ്യൂട്ടീസ് ഓൺ ഇലക്ട്രിസിറ്റി 3,757.96 കോടി കൊടുക്കാനുണ്ട്. ഗവൺമെന്റിൽ ഖജനാവിൽ എത്താനുണ്ട്. എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി ബോർഡാണ് ഇത്ര വലിയ ഈ പറയപ്പെട്ട കുടിശ്ശിക വരുത്തിയിരിക്കുന്നത്. അപ്പം ഇത് ഒക്കെ ഗവൺമെന്റ് വകുപ്പുകളാണ്. ഈ കമ്മോഡിറ്റീസ് സേവനങ്ങളുടെ എന്ന് വെച്ചാൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ്. അപ്പോൾ ഗവൺമെന്റ് വകുപ്പുകൾ തന്നെയാണ് ഈ പറയപ്പെട്ട 13,281 കോടി ഒന്ന്
3757 കോടി ഒന്ന്. ഇതൊക്കെ കൊടുക്കാനുള്ളത് കുടിശ്ശിക. അപ്പോൾ എന്ന് വെച്ചാൽ കംപ്ലയൻസ് ഇല്ല, നികുതി അടയ്ക്കുന്നതിൽ ആരും താല്പര്യം കാണിക്കുന്നില്ല, സമയത്ത് അടയ്ക്കുന്നില്ല. അപ്പോൾ എന്താണ് അതിനെപ്പറ്റി CAG ഒരു കമൻറ്റും കൂടെ കാണണം നമ്മൾ. CAG 2023 അവസാനം ഏറ്റവും ലാസ്റ്റ് അവരുടെ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ റവന്യൂ റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? ഓഡിറ്റിംഗ് നടക്കുന്നില്ല, ഇന്റേണൽ ഓഡിറ്റിംഗ്. സർക്കാരിൻ്റെ ഓരോ വകുപ്പിലും ഇന്റേണൽ ഓഡിറ്റിംഗ് നടക്കണം. അതായത് ആ വകുപ്പിന് കൊടുത്തിരിക്കുന്ന ഫണ്ട് എന്ത് ചെയ്തു, എങ്ങനെ ചെലവഴിച്ചു, എത്ര വരെ ചെലവഴിച്ചു, ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കേണ്ടതിനാണ് ഓഡിറ്റിംഗ് നടത്തേണ്ടത്. അപ്പോൾ ഈ ഓഡിറ്റിംഗ് നടക്കുന്നില്ല, ഇന്റേണൽ ഓഡിറ്റിംഗ് നടക്കുന്നില്ല എന്നാണ് CAG കണ്ടെത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്റേണൽ ഓഡിറ്റിംഗ് നടക്കാത്തത് എന്ന് ഓഡിറ്റേഴ്സ് അസോസിയേഷനിലുള്ള ഉദ്യോഗസ്ഥരോട് തന്നെ ചോദിച്ചു. അവർ പറഞ്ഞു അത് ഗവൺമെന്റ്, അതായത് ആ വകുപ്പ് സമ്മതിക്കുന്നില്ല. എന്തുകൊണ്ടാണ് വകുപ്പ് സമ്മതിക്കാത്തത്? CAG തന്നെ അതിന് ഉത്തരം പറയുന്നുണ്ട്. എമൗണ്ട് ഒക്കെ വക മാറ്റി ചെലവഴിച്ചു. അതായത് ഏത് ആവശ്യത്തിന് കൊടുത്തിരിക്കുന്നോ ആ ആവശ്യത്തിന് ചെലവഴിച്ചാലല്ലേ ഓഡിറ്റിംഗ് നടത്തി കൃത്യമായി കണക്കുകൾ എഴുതി കേന്ദ്രത്തിലേക്ക് ചെല്ലണം. അത് ഈ കണക്കുകളൊക്കെ ഓഡിറ്റിങ്ങിന്റെ റിപ്പോർട്ടൊക്കെ കൃത്യമായി ആയിട്ടിരിക്കണം. അപ്പം ഇത് വകമാറ്റി ചെലവഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ ഓഡിറ്റ് നടത്താൻ പറ്റുക? അതുകൊണ്ടാണ് ഓഡിറ്റേഴ്സിനെ കൊണ്ട് ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്താൻ സമ്മതിക്കാത്തത്. പിന്നെ എപ്പോഴാണ് ഇതൊക്കെ കണ്ടെത്തുന്നത്? CAG പറയുക ഞങ്ങൾ ഇന്ന വകുപ്പുകളിലേക്ക് ഓഡിറ്റിങ്ങിന് വരുന്നു എന്ന് വാർണിംഗ് കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോഴാണ് തത്രപ്പാടില് നടത്തിയില്ല എന്നുള്ള മട്ടിൽ ഒരു ഓഡിറ്റിംഗ് നടത്തും. അതാണ് ഗവൺമെന്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ വകമാറ്റി ചെലവഴിക്കൽ എന്ന് വെച്ചാൽ തന്നെ വലിയ തെറ്റാണ് ആ കാണിക്കുന്നത്. ബജറ്റിൽ ഒന്ന് പറയുക, എന്നിട്ട് പ്രവർത്തനം വരുമ്പോൾ മറ്റൊന്നാവുക. ആ ബജറ്റിൽ പറഞ്ഞു കൊടുത്ത ഫണ്ട് വേറെ വകുപ്പിലേക്ക് അല്ലെങ്കിൽ വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിക്കളയുക. പിന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം, കംപ്ലയൻസ് ഇല്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, നമ്മളൊരു കാര്യം ഓർത്താൽ മതി. കേരളീയം നടന്നപ്പോൾ എന്തായിരുന്നു ചെയ്തത്? ഒരുപാട് സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്തു ഗവൺമെന്റ്. അങ്ങനെ സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്ത് കിട്ടിയ ഫണ്ട് കൊണ്ടാണ് ഒരാഴ്ച മുഴുവനും കേരളീയം നടത്തിയത്. അപ്പൊ ഭരണമൊന്നും ഇല്ലായിരുന്നു ഒരാഴ്ച. അങ്ങനെ കേരളീയം നടത്തി കഴിഞ്ഞ് ചെല്ലുമ്പോഴാണ് ഇതുപോലെ കുടിശ്ശിക വരുന്നത്. എന്താ അങ്ങനെ കുടിശ്ശിക വരാനുള്ള ഒരു കാരണമായിട്ട് നാം കണ്ടെത്തേണ്ടത്? അതായത് സ്പോൺസർഷിപ്പ് ഒരു കൈ കൊണ്ട് ഇങ്ങനെ പുറം ചൊറിഞ്ഞിട്ട് സ്പോൺസർഷിപ്പ് വാങ്ങിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് നല്ല അടി പോയി നികുതി അടയ്ക്കടാന്ന് പറഞ്ഞുകൊണ്ട് ആരോടെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇത് പരസ്പരം പുറം ചൊറിയുന്ന ഒരു പരിപാടിയാണ് ഈ കേരളീയം പോലെയുള്ള ആവശ്യമില്ലാത്ത പണികൾക്ക് ഗവൺമെന്റ് പോകുന്നത്. അങ്ങനെ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് ഇല്ലാതെ ഗവൺമെന്റ് നടത്തണം. സ്പോൺസർഷിപ്പ് ഇല്ലാതെ ഗവൺമെന്റ് കേരളീയം പോലെയുള്ള നടത്തുക എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളുടെ നികുതി പണം എടുത്താൽ നടത്തുന്നത്. രണ്ടായാലും തെറ്റ് തന്നെയാണ്. അപ്പൊ ഭരണത്തിന് വേണ്ടി ഭരിക്കാൻ വേണ്ടി വോട്ട് കൊടുത്ത് കയറ്റിയ ഗവൺമെന്റ് സദ്ഭരണം നടത്തണം. അങ്ങനെ ജനക്ഷേമം ഉറപ്പാക്കണം. ബജറ്റിൽ എന്ത് പറഞ്ഞിരിക്കുന്നുവോ അതത് പദ്ധതികൾക്ക് വേണ്ടി തന്നെ ചെലവഴിക്കണം. അങ്ങനെ കാര്യക്ഷമത കാണിക്കണം. അതിനു പകരം സ്പോൺസർഷിപ്പ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കള്ളത്തരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നടന്ന് കാര്യക്ഷമതയ്ക്കൊക്കെ പാര വെച്ച് ഭരണമില്ലാതെ ഭരണം സ്തംഭിപ്പിച്ച് ഒക്കെ പോകുന്ന ഒരു ഗവൺമെന്റ്. അതുകൊണ്ടാണ് ഇത്രയധികം നികുതി കുടിശ്ശിക അവിടെ നമുക്ക് കാണേണ്ടി വരുന്നത്. അപ്പോൾ വേണമെങ്കിൽ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് തോറെ ദൽ ഓറെ ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു 2 മാസം മുൻപാണല്ലോ തൃശ്ശൂര് ഒറ്റ രാത്രി കൊണ്ട് ടാക്സേഷൻ വകുപ്പില് കമേഴ്ഷ്യൽ ഇന്റലിജൻസ് വകുപ്പ് ഒറ്റ രാത്രി കൊണ്ടാണ് 104 കിലോ, അതായത് തോറെ ദൽ ഓറെ എന്ന് പറയുന്നത് രേഖകളില്ലാതെ സൂക്ഷിച്ചിരിക്കുന്ന കള്ളസ്വർണം പോലെയുള്ളതൊക്കെ കണ്ടെത്താൻ വേണ്ടി നടത്തിയ ഒരു ട്രയൽ, സംസ്ഥാന കമേഴ്ഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ട്രയൽ. ആ ട്രയലിന് 104 കിലോ സ്വർണം തൃശ്ശൂരിൽ നിന്ന് മാത്രം കണ്ടെത്തി, രേഖകളൊന്നും ഇല്ലാത്തത്. അതുപോലെ മറ്റ് പ്രദേശങ്ങളിലും ഒക്കെ നടത്തണം. അങ്ങനെ സ്വർണ്ണക്കൊയ്ത്താകാം. അതുപോലെ തന്നെയാണ് മറ്റ് നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ, കേന്ദ്ര ഗവൺമെന്റ് തന്നെ GST നടപ്പാക്കിയതിനു ശേഷം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു സെമി ലീഗൽ ബോഡിയാണ് നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അവരുടെ വിങ് നമ്മുടെ കമേഴ്ഷ്യൽ ഇന്റലിജൻസിലുണ്ട്. ആ വിങ്ങും കൂടി ചേർന്നാണ് ആ തോറെ ഡെൽ ഓറെ നടത്തിയത്. അപ്പൊ ഈ വിങ്
നോക്കുകയാണെങ്കിൽ എവിടെ വെച്ച് ഏത് ട്രക്കിന്റെ മുൻപിലും കൈ പൊക്കാം, പരിശോധനയ്ക്ക് നിർത്താം, പരിശോധിക്കാം. എന്നിട്ട് GST അതായത് രേഖപ്പെടുത്തിയിരിക്കുന്നതും ആ ട്രക്കിലെ ഉൽപ്പന്നവും വാല്യൂവും എല്ലാം ഒന്ന് തന്നെയാണോ, വേ ബിൽ പരിശോധിച്ച് ഒന്ന് തന്നെയാണോ ശരിയാണോ എന്ന് പരിശോധിക്കാം. തെറ്റാണെങ്കിൽ അവരുടെ നേരെ ആക്ഷൻ എടുക്കാം. അതായത് എല്ലാം അവരെ സെമി ജുഡീഷ്യൽ ബോഡി എന്ന് പറയുമ്പോൾ അവരെ ജയിലിൽ അടയ്ക്കാൻ വരെ അവകാശമുണ്ട് ആ ബോഡിക്ക്. അപ്പൊ അവരെയൊക്കെ വെറുതെ ഇരുത്തിക്കൊണ്ട് കാര്യക്ഷമത എന്ന് വിളിച്ചു കൂവിയാൽ പോരാ. ഇവരെ കൊണ്ടൊക്കെ നന്നായി പണിയെടുപ്പിക്കാൻ ഗവൺമെന്റിന് കഴിയണം. അങ്ങനെ ഗവൺമെന്റിന് കഴിഞ്ഞാൽ മാത്രമേ വരുമാനം വർദ്ധിക്കുകയുള്ളൂ. അങ്ങനെ വരുമാന സമാഹരണം നടത്തിയാൽ മാത്രമേ പദ്ധതി വിഹിതം 50% വെട്ടിക്കുറയ്ക്കാതെ പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ചെലവഴിക്കത്തക്ക രീതിയിൽ. കാരണം ഇപ്പൊ എന്താ സംഭവിച്ച, അമ്മാത്ത് നിന്ന് പുറപ്പെട്ടു ഇല്ലത്തെത്തിയുമില്ല എന്നൊരു ചൊല്ലില്ലേ, അതുപോലെയാണ് ഈ കേരളത്തിലെ ഭയങ്കര ഉപഭോഗമാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ പോപ്പുലേഷന്റെ 2.4% ജനങ്ങളെ കേരളത്തിലുള്ളൂ. പക്ഷെ ഇന്ത്യയിലെ ആകെ ഉപഭോഗത്തിന്റെ 11% കേരളത്തിലാണ്. എന്ന് വെച്ചാൽ എല്ലാവരും കടം മേടിച്ചും കൊന്നും കൊടുത്തും ഒക്കെ പിന്നെ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുകയാണ്. ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സും അല്ലാത്തതും ഒക്കെ വാങ്ങിച്ചു കൂട്ടുകയാണ്. പക്ഷെ നികുതി ഖജനാവിൽ എത്തുന്നില്ല. നികുതി എവിടെയാ പോകുന്നത്? നികുതിയൊക്കെ വ്യാപാരി വ്യവസായികൾ വെട്ടിക്കുക. ഈ വെട്ടിയിലെല്ലാം നടത്തുന്ന വ്യാപാരി വ്യവസായികളെ ഞാൻ ഈ പറഞ്ഞതുപോലെ തോറെ ഡെൽ ഓറെ പോലെ നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വിങ് നല്ല ശക്തമായിട്ട് കേരളത്തിലെ വിങ് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഖജനാവ് നിറയും. ഒരു കാരണവശാലും ധനപ്രതിസന്ധി എന്ന് പറഞ്ഞ് കൈകാലിട്ട് അടിക്കേണ്ട കാര്യമില്ല. പദ്ധതി ചെലവ് വെട്ടിക്കുറയ്ക്കേണ്ട കാര്യമില്ല. അങ്ങനെ തന്നെ പോകും. അപ്പോൾ നികുതി അത് ഒന്ന്. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഈ നികുതി വരുമാനം കുറയുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കണം. എല്ലാ നികുതിയും GSTയിൽ ചേക്കേറിയോ? ഇല്ല. ഞാൻ അത്യാവശ്യമായിട്ട് പറയട്ടെ, പെട്രോളിയം GSTയിൽ പോയിട്ടില്ല. പാർത്ഥസാരഥി ഷോം എന്ന് പറയുന്ന വലിയ ടാക്സ് എക്സ്പേർട്ട്, ഇന്റർനാഷണൽ ടാക്സ് എക്സ്പേർട്ടാണ്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് GSTയിൽ പെട്രോളിയം പോയിട്ടില്ല. പെട്രോളിയം GSTക്കകത്ത് ഇല്ലെങ്കിൽ അത് GST അല്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. കാരണം എല്ലാ മേഖലകളിലും ജീവിതത്തെ ബാധിക്കുന്ന ഒന്നാണ് പെട്രോളിയം എന്ന് പറയുന്നത്. അത് ഉപഭോക്തൃ വില നിലവാരത്തെ അമർത്തുന്നതും പൊക്കിവിടുന്നതും ഒക്കെ പെട്രോളിയമാണ്, ഒരു വളരെ പ്രധാനപ്പെട്ട കണ്ണി. ആ പെട്രോളിയം GSTയിലല്ല, അത് സംസ്ഥാനങ്ങളുടെ കയ്യിലാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അത് സംസ്ഥാനങ്ങൾക്ക് വിട്ടിരിക്കുന്നത്? സംസ്ഥാനങ്ങളുടെ താല്പര്യം അതാണ്. പിന്നെ ബിവറേജസ് ആണ് ഓരോ സംസ്ഥാനത്തിന്റെയും വരുമാന മാർഗത്തിൽ 1-ാം സ്ഥാനത്തുള്ളത് ബിവറേജസ് ആണ്. 2-ാം സ്ഥാനത്തുള്ളത് പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ്. അപ്പൊ ഈ 2 പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളും GST പോയിട്ടില്ല, സംസ്ഥാനത്തിന്റെ കയ്യിൽ തന്നെയാണ്. പിന്നെ 3-മതൊന്ന് ലാൻഡ് ടാക്സ്, 4-മതൊന്ന് ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി. ഈ 4 നികുതികളും പൂർണ്ണമായിട്ടും സംസ്ഥാന ഗവൺമെന്റിന്റെ ചൊൽപ്പടിയിലാണ് ഇപ്പോഴും. അപ്പോൾ ഇത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താൽ തന്നെ സംസ്ഥാനത്തിന്റെ ഖജനാവില് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകേണ്ടതല്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിന്റെ അവസ്ഥ ഇങ്ങനെയാകുന്നത്? ഉദാഹരണത്തിന് ബിവറേജസ്, കേരളമാണ് ഏറ്റവും കുടിയന്മാർ സംസ്ഥാനം എന്നാണ് പറയുന്നത്. അത് മാത്രവുമല്ല, ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്തത്ര ഉയരത്തിലാണ് മദ്യത്തിന്റെ വിലകൾ കേരളത്തിലുള്ളത്. അങ്ങനെ വില വർദ്ധിപ്പിച്ചപ്പോൾ കഴിഞ്ഞ ബജറ്റിന് മുൻപ് ഞാൻ പറഞ്ഞിരുന്നു അത് കാസ്കേഡിംഗ് ഇഫക്റ്റ് ഉണ്ടാക്കുമെന്ന്. എന്താണ് ഈ കാസ്കേഡിംഗ് ഇഫക്റ്റ് വിലയില്? അതായത് വില നമ്മുടെ നെയ്ബർ സംസ്ഥാനങ്ങളെക്കാളൊക്കെ ഒരുപാട് കൂടി ഇവിടുത്തെ വില ഇരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ കുടിയന്മാര് മറ്റ് സംസ്ഥാനങ്ങൾ, അയൽ സംസ്ഥാനങ്ങളിൽ പോയി കള്ളു വാങ്ങിച്ചുകൊണ്ട് വരും. എല്ലാവരും പോകണ്ട, അവരൊരു ഗ്രൂപ്പിനെ ഒരു ഫോം ചെയ്തിട്ട് ടേൺ വെച്ച് വണ്ടി പിടിച്ച് കർണാടകത്തിൽ പോയി, തമിഴ്നാട്ടിൽ പോയി, അതല്ലെങ്കിൽ ഇവിടെ കന്യാകുമാരിയിലെ പാറശാല പോയി മദ്യം വാങ്ങിച്ച്, അവിടെയൊക്കെ വില കേരളത്തിനേക്കാൾ കുറവാണ്, വാങ്ങിച്ചുകൊണ്ട് വന്ന് സുഹൃത്തുക്കളുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ പല ജില്ലകളിലും, ഒട്ടുമിക്ക ജില്ലകളും അയൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നു. അവിടെയൊക്കെ ഇത് സംഭവിക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഖജനാവിലേക്ക് വരേണ്ട ടാക്സ്, അതായത് വില, മദ്യം ഇവിടെ വിറ്റഴിക്കപ്പെടുന്നില്ല, പകരം മദ്യം കൂടുതൽ വിൽക്കപ്പെടുന്നത് അയൽ സംസ്ഥാനത്താണ്.
അപ്പോൾ ഇവിടെ കിട്ടേണ്ട നികുതി അവിടെ പോകും. അതിനാണ് കാസ്കേഡിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ആ കാസ്കേഡിംഗ് ഇഫക്റ്റ് കേരളത്തിൽ അനുഭവിച്ചു എന്നതിൻ്റെ കാരണമാണ് കഴിഞ്ഞ വർഷം ഒരു സീസണിൽ മദ്യം ഡിസ്കൗണ്ട് സെയിൽ നടത്തിയത് നിങ്ങളുടെയൊക്കെ ഓർമ്മയിൽ കാണും. കേരളത്തിൽ ആ കാസ്കേഡിംഗ് ഇഫക്റ്റിന്റെ കാരണമാണ്. എന്നിട്ട് നമ്മുടെ മന്ത്രിമാരൊന്നും ഇതൊന്നും പറഞ്ഞാൽ സാധാരണക്കാർ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല കേട്ടോ. അതുകൊണ്ട് വില പിന്നെയും വർദ്ധിപ്പിച്ചു കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ. അപ്പോൾ പ്രത്യേകം ഞാൻ പറഞ്ഞിരുന്നത് ഏറ്റവും വില കുറഞ്ഞ മദ്യത്തിന്റെ വിലയെങ്കിലും വർദ്ധിപ്പിക്കരുത്. കാരണം അത് സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ മദ്യപരായിട്ടുള്ളത്. അപ്പോൾ അവരുടെ മദ്യത്തിന്റെ വില വർദ്ധിപ്പിച്ച് അവർ തീർച്ചയായിട്ടും കാസ്കേഡിംഗ് ഇഫക്റ്റ് ഉണ്ടാക്കും. പക്ഷേ സാധാരണക്കാരുടെ മദ്യത്തിൻ്റെയും വില വർദ്ധിപ്പിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം അങ്ങനെ കാസ്കേഡിംഗ് ഇഫക്റ്റ് ഉണ്ടാകുന്നു എങ്കിൽ പോലും ഇനിയും ഒരു പക്ഷേ ഈ പ്രാവശ്യത്തെ ബജറ്റ് എടുത്ത് നോക്കിയാലും നമുക്കറിയാം. അപ്പോൾ എനിക്ക് ധനമന്ത്രിയോട് പറയാനുള്ളത്, ഇനിയും മദ്യത്തിന്റെ വില വർദ്ധിപ്പിക്കരുത്. ഒരു മദ്യത്തിൻ്റെയും വർദ്ധിപ്പിച്ചാൽ കാസ്കേഡിംഗ് ഇഫക്റ്റ് ഉണ്ടാകും. അത് സംസ്ഥാനത്തിന് ദോഷകരമായിരിക്കും, ഒരു കാരണവശാലും പോസിറ്റീവായിരിക്കില്ല. പ്രതീക്ഷിക്കുന്ന വരുമാനത്തെക്കാൾ കൂടുതൽ നഷ്ടമാകും ഉണ്ടാവുക. വില കൂടുതലുള്ള മദ്യം കുറെ വിൽക്കും, പക്ഷേ അതിനേക്കാൾ കൂടുതൽ വിൽക്കുന്നത് നമ്മുടെ അയൽ സംസ്ഥാനത്തെ മദ്യമായിരിക്കും. നമുക്ക് കിട്ടേണ്ട വരുമാനം അങ്ങോട്ട് ചോർന്നു പോകും. ആ കാര്യം ബഹുമാനപ്പെട്ട ധനമന്ത്രി ഓർത്തിരുന്നാൽ വളരെ നന്നായിരിക്കും. അപ്പൊ ഈ നികുതി വരുമാനത്തിന്റെ കാര്യത്തിൽ അങ്ങനെ നമ്മൾ കാര്യക്ഷമത സൂക്ഷിക്കുക, ഈ പറയപ്പെട്ട നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യയെ ശക്തിപ്പെടുത്തുക, അങ്ങനെയൊക്കെ നോക്കുകയാണ് എങ്കിൽ ഇപ്പൊ തന്നെ നമുക്കറിയാം കോടികളുടെ കള്ളത്തരം കാണിച്ച് GST മുടക്കാതെ ഒരാളെ കഴിഞ്ഞ ദിവസവും ന്യൂസിലുണ്ടായിരുന്നു. എത്രയോ കോടി, 80 കോടിയോ സംതിങ് ആണ് പറഞ്ഞത്, നികുതി വെട്ടിച്ച വ്യാപാരി. അപ്പൊ വ്യാപാരി പോലും ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ, അതുപോലെ ഡോക്ടർ ഐസക്കിന് അറിയാം. ഡോക്ടർ ഐസക് ധനമന്ത്രിയായിരുന്ന സമയത്താണ് ഇല്ലാത്ത പ്ലൈവുഡ് ഫാക്ടറിയുടെ പേരിൽ പിന്നെ 5 കോടിയുടെ നികുതി വെട്ടിയത്, അതായത് ടാക്സ് വെട്ടിച്ച് പിടികൂടി. ഇതുപോലെ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ തന്നെയാണ് അന്നും പിടികൂടിയത്. അപ്പൊ ഇതൊക്കെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നികുതി ശോഷണം നമുക്ക് ഫലപ്രദമായി തടയാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വരുമാന വർധനവും അതിനനുസരിച്ച് ഉയരും. ഇനി ഈ വരുമാനം, സംസ്ഥാനത്തിന്റെ വരുമാന സമാഹരണം എന്ന് പറയുമ്പോൾ നികുതി മാത്രമല്ല, നികുതിയേതര വരുമാനം എന്നൊന്നുണ്ടല്ലോ. 36 വളരെ പ്രധാനപ്പെട്ട നികുതിയേതര വരുമാന മാർഗങ്ങളുണ്ട്. അത് ഫീസ്, ഫൈന്, ഇതൊക്കെ വരും അതിനകത്ത്. അപ്പൊ ഈ 36 വരുമാന മാർഗങ്ങളും വളരെ നന്നായിട്ട് മാനേജ് ചെയ്യുകയാണെങ്കിൽ, അതാണ് ഞാൻ നേരത്തെ ആദ്യമേ സൂചിപ്പിച്ചു, വേൾഡ് ബാങ്കിന്റെ ഒരു പഠനം അനുസരിച്ച് 168 രാജ്യങ്ങളുടെ ശരാശരി നികുതിയേതര വരുമാനം 39%. അതേസമയത്ത് കേരളത്തിന്റെ 2024-25 നോക്കിയാൽ 13.2%. എന്ന് വെച്ചാൽ നമ്മൾ ബഹുദൂരം സഞ്ചരിക്കാനുണ്ടെന്ന് അർത്ഥം. ഇപ്പൊ ഉദാഹരണത്തിന് ക്വാറി മേഖല തന്നെ എടുക്കുക. ഞങ്ങളൊക്കെ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു ഗവൺമെന്റിന്, ഒരു സജഷൻ. എന്തായിരുന്നു ആ സജഷൻ? അതായത് കല്ലിന് ക്വാറിക്ക് വേണ്ടിയിട്ട് ഇത് കൊടുക്കുമ്പോൾ, ക്വാറിയിൽ നിന്ന് റോയൽറ്റിയാണ് ഗവൺമെന്റിന് കിട്ടേണ്ടത്. അപ്പൊ അതിന് സാങ്ഷൻ കൊടുക്കുമ്പോൾ ഇപ്പോ എല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഓട്ടോമാറ്റിക് സിസ്റ്റവും എല്ലാം ആണെന്നും പറഞ്ഞ് വെറുതെ ഞങ്ങൾ ഹൈലി ഡിജിറ്റൽ എന്ന് പഠിച്ചാൽ പോരാ. എന്ത് ചെയ്യണം? നമ്മൾ ഡിജിറ്റൽ പാസ് കൊടുക്കണം. ഒരു പാസ്, ഒരു ലോഡിന് ഒരു പാസ്. ആ ഒരു ലോഡ് എടുത്തു കഴിയുമ്പോൾ പാസ് ലാപ്സായി, അടുത്ത ലോഡിന് അടുത്ത പാസ്. അങ്ങനെ ഓരോ ലോഡിന് വെച്ച് റോയൽറ്റി ഫിക്സ് ചെയ്യുക, ഡിജിറ്റൽ പാസ്സാക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? കൃത്യമായി ഗവൺമെന്റിന് അറിയാൻ പറ്റും എത്ര പാസ്, എത്ര ലോഡ്, എത്ര റോയൽറ്റി. ഒരു കാരണവശാലും പറ്റിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ കൊട്ടത്താപ്പിന് ഒരു ലൈസൻസ് അങ്ങ് കൊടുക്കും 1 വർഷത്തേക്ക്. ആ 1 വർഷം കൊണ്ട് 10 കോടി വീട് പണിയാവുന്ന തരത്തിൽ കല്ല് വെട്ടി ഇറക്കി. അങ്ങനെയാണ് ഈ പറയുന്ന രീതിയിലാണെങ്കിൽ, ഞാൻ കേട്ടിട്ടുള്ള ശാസ്ത്രം അനുസരിച്ചാണെങ്കിൽ പശ്ചിമഘട്ടത്തിൽ വൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടായി. ആ വൾക്കാനിക് ഇറപ്ഷൻ കടലിൽ ചെന്ന് വീണാണ് കേരളം ഫോം ചെയ്യപ്പെട്ടത്, ഘനീഭവിച്ച്. ആ കേരളം അതുപോലെ കടലിലേക്ക് ഒഴുകി പോകത്തക്ക രീതിയിലാണ് ഇപ്പോൾ ക്വാറി മാഫിയ ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഖജനാവിന് പണം കിട്ടുന്നുമില്ല. ക്വാറികളിങ്ങനെ, അതായത് ഓർമ്മിക്കുക, ഗാഡ്ഗിൽ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ
1700 ഇല്ലീഗൽ ക്വാറീസ് അദ്ദേഹവും സംഘവും കണ്ടെത്തിയതായിട്ട് ഈ കൊച്ചു കേരളത്തിൽ 1700 ഇല്ലീഗൽ ക്വാറീസ്. ഇനിയും ധാരാളമായിട്ടുണ്ട്. ഇല്ലീഗൽ ക്വാറിയും പിന്നെ കർശനമായിട്ട് നിരോധിച്ചില്ലെങ്കിൽ അത് കേരളത്തെ അപകടത്തിലാക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ ഇല്ലീഗൽ ക്വാറീസ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തി പിന്നെ അവരെ പിടിച്ചാൽ മാത്രം മതി, അവരുടെ അടുത്ത് നിന്ന് ഈടാക്കിയാൽ മാത്രം മതി നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ പ്രകൃതിയുടെ സൗന്ദര്യവും ബാലൻസും ഒക്കെ വീണ്ടെടുക്കാനായിട്ട്, ചെലവഴിക്കാനായിട്ട്. പക്ഷെ ആർക്കും അതിൽ താല്പര്യമില്ല. കാരണം ഇവരെല്ലാവരും ഒത്തുചേർന്നാണ് ഇത് നടത്തുന്നത്. സാധാരണ ക്വാറിയിൽ എങ്ങനെയാണ് സ്ഥലത്തെ രാഷ്ട്രീയക്കാർ, രാഷ്ട്രീയ ശ്രേഷ്ഠന്മാർ, അതുപോലെ തന്നെ പോലീസുകാർ, ഇവരെല്ലാം കൈകോർത്താണ് ക്വാറി മാഫിയയുമായിട്ട് ഒത്തുകളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ക്വാറിയിങ് അപകടകരമായിട്ട് തുടരുമ്പോഴും വരുമാനമില്ല. റോയൽറ്റി വളരെ കുറവാണ് സംസ്ഥാനത്ത്. അതുപോലെയാ ഈ 36 മാർഗങ്ങളും വേണ്ട രീതിയിൽ ഫോറസ്റ്റ് നമുക്കറിയാം. മുട്ടിൽ മരമുറിയും അതിനുശേഷം പിന്നെ ഉണ്ടായ ഏതൊക്കെയോ മരമുറി, മുട്ടിലിന് ശേഷവും പിന്നെയും ഉണ്ടായിട്ടുണ്ട്. സുഗന്ധഗിരി മരമുറി ഒക്കെ വയനാട് ജില്ലയിലും ഒക്കെ പെട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഫോറസ്റ്റ് മുഴുവനും മാഫിയയുടെ കയ്യിലാണ്, ക്വാറികൾ മാഫിയയുടെ കയ്യിലാണ്. ഇങ്ങനെ മാഫിയ വിളയാട്ട് ഉള്ളിടത്തോളം കാലം നമ്മുടെ റവന്യൂ, നികുതിയേതര വരുമാനം നേരെ പോവില്ല. നികുതിയേതര വരുമാനം നേരെ വളരുകയാണെങ്കിൽ 40% മുകളിൽ വരത്തക്ക രീതിയിലുള്ള സാധ്യതകൾ ഉള്ള നാടാണ് ഈ കൊച്ചു കേരളം. അപ്പോൾ നികുതിയേതര വരുമാനം സമാഹരണത്തിനും അതുപോലെ തന്നെ നമ്മൾ ശ്രമിക്കണം. അതുപോലെ വരുമാന സമാഹരണത്തിന് ശ്രമിക്കുന്നത് പോലെ ചെലവുകൾ കുറയ്ക്കാനും ശ്രമിക്കണം. എന്തൊക്കെ സാധ്യതകളാണ് ചെലവുകൾ കുറയ്ക്കാനുള്ളത്? സാധാരണ എപ്പോഴും പറയുന്നതാണ് ആവശ്യമില്ലാത്ത തസ്തികകൾ. അതായത് 41 മറ്റോ വെൽഫെയർ ബോർഡ്സ് ഉണ്ട് കേരളത്തിൽ. കേന്ദ്ര ഗവൺമെൻറ് തന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, പണ്ടെന്ന് വെച്ചാൽ ഏതാനും വർഷം മുൻപ് പറഞ്ഞിട്ടുണ്ട്, ഒരു വെൽഫെയർ ബോർഡ് വേണ്ടെടുത്ത് എന്തിനാണ് 41 ബോർഡ്? ഞാനും അത് തന്നെയാണ് ചോദിക്കുന്നത്. ആരും കോമൺ സെൻസ് ഉള്ള ആർക്കും ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് അത്. അതായത് ഒരു വലിയ രാജ്യം, ഇന്ത്യ പോലെ 145 കോടി ജനങ്ങളുള്ള ഒരു രാജ്യം ഭരിക്കാൻ ഒരു ഗവൺമെൻറ്റാണ്. അതേ സമയത്താണ് ഈ കൊച്ചു കേരളത്തിലെ, അതായത് ഇന്ത്യയുടെ പോപ്പുലേഷൻ 2.6% മാത്രമുള്ള കൊച്ചു കേരളത്തിലെ വിവിധ മേഖലകളിൽ നിന്ന് ജോലിയെടുത്തും അല്ലാതെയൊക്കെ പിരിയുന്നവർക്ക് വെൽഫെയർ, ക്ഷേമനിധി ബോർഡുകൾ 42 ക്ഷേമനിധി ബോർഡുകൾ. ഒറ്റ ക്ഷേമനിധി ബോർഡുണ്ട്. എത്രയോ പണം ചുരുക്കി ചെലവഴിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ആവശ്യമില്ലാതെ, അതായത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഇഷ്ടപ്പെട്ടവരെ വലിയ സ്ഥാനങ്ങൾ കൊടുത്ത് പിന്നെ പരിപോഷിപ്പിക്കുവാൻ വേണ്ടി ചെയ്യുന്ന ഓരോ കുറ്റകൃത്യത്തിനും, ഓരോ തെറ്റായ തീരുമാനത്തിനും അത് ബലിയാടുകളാകുന്നത് സംസ്ഥാനത്തെ സാധാരണക്കാരായ ജനങ്ങളാണ്. കാരണം സാധാരണക്കാരൻ്റെ കയ്യിൽ 1600 രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടിയാൽ അത് മുഴുവൻ വിപണിയിൽ ചെലവഴിക്കുന്നു, മരുന്നിനും മന്ത്രത്തിനുമായിട്ട്. അതേസമയത്ത് ധനികനാണെങ്കിലോ അവൻ്റെ സ്വത്തിൻ്റെ, അല്ലെങ്കിൽ വലിയ പെൻഷൻ കിട്ടുന്നവരോ അല്ലെങ്കിൽ വലിയ ശമ്പളം കിട്ടുന്നവരോ ഒക്കെ ആണെങ്കിൽ അവരുടെ ആ ശമ്പളത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് പിന്നെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. ബാക്കി നികുതി കൊടുത്തോ നികുതി കൊടുക്കാതെയോ ഒക്കെ പല മേഖലകളിലായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്ത് കാണും. അപ്പം ഈ സാധാരണക്കാരൻ്റെ നികുതി പണം കൊണ്ടാണ് ഈ വിളയാട്ടം മുഴുവനും ഗവൺമെൻറ്റുകൾ നടത്തുന്നത്. അത് ഒന്ന് അവസാനിപ്പിച്ച് സാധാരണ ജനങ്ങളോട് നീതി പുലർത്തണം എന്ന ചിന്താഗതിയോടുകൂടി ഭരിക്കുന്ന ഗവൺമെൻറ് വന്നാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂ. അപ്പോൾ ഈ വെൽഫെയർ ബോർഡുകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുക, 1 2 1 ധാരാളം മതി, അങ്ങനെ ആക്കുക. അതുപോലെ തന്നെ PSCയുടെ കാര്യം ഓർത്തു നോക്കുക. 22 23 മെമ്പേഴ്സ് ഉണ്ട് PSCയിൽ. ഒക്കെ എങ്ങനെയുള്ളവർ? ഏറ്റവും വലിയ മഹാരഥന്മാരൊന്നുമില്ല PSC മെമ്പേഴ്സായിട്ട് രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങളെയാണ് ആക്കുന്നത്. ഓരോ PSC മെമ്പേഴ്സിൻ്റെ ക്വാളിറ്റിയൊക്കെ കേട്ടാൽ നമ്മൾ സ്വന്തം വിട്ട് ചിരിച്ചു പോകും. അങ്ങനെയുള്ളവരാണ് PSC മെമ്പേഴ്സായിട്ട് വരുന്നത്. എന്നിട്ട് അവർക്ക് കൊടുക്കുന്ന ശമ്പളവും മറ്റ് സൗകര്യങ്ങളും കേട്ടാൽ മൂക്കത്ത് കൈവിരൽ വെച്ച് പോലും പോകും നമ്മൾ. അതും ഈ സാധാരണക്കാരൻ്റെ നികുതി പണമാണ് എന്നത് എപ്പോഴും ഗവൺമെൻറ് ഓർക്കണം. ഇവിടെ 22 ഈ കൊച്ചു കേരളത്തിൽ ഹൈലി ഡിജിറ്റൽ എന്ന് പറഞ്ഞത് വീമ്പിളക്കുന്ന കൊച്ചു കേരളത്തിൽ 22 23 പേര് PSC മെമ്പേഴ്സ് ആയിട്ടുള്ളപ്പോൾ UPSC ഓൾ ഇന്ത്യ തലത്തിൽ 22 പരീക്ഷ, അതുകൂടാതെ വേറെയും കാണും 22 വളരെ പ്രധാനപ്പെട്ട പരീക്ഷകൾ നടത്തുന്ന UPSCയിൽ 11 മെമ്പേഴ്സേ ഉള്ളൂ. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ 7 8 മെമ്പേഴ്സ് വീതമേ ഉള്ളൂ.
എന്നിട്ട് എന്തിനാണ് കേരളത്തിൽ 22-23 മെമ്പേഴ്സിനെ വെച്ചിരിക്കുന്നത്? ഇതൊന്നും ചോദിക്കാനും പറയാനും ഇവിടെ ആളില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഇത്ര വലിയ ധിക്കാരം കാണിക്കുന്നത് വരുന്ന ഗവൺമെൻറ്റുകൾ. അപ്പം അങ്ങനെ ആ ചെലവുകളൊക്കെ വെട്ടിക്കുറയ്ക്കുമെന്ന് ഉറപ്പ് കിട്ടിയാലേ അടുത്ത ഭരണം ആർക്കും കൊടുക്കൂ എന്ന് തീരുമാനിക്കണം. ഒരു തരത്തിലും ക്വാളിറ്റി വൈസായിട്ട് പ്രയോജനമില്ലാത്തവരെ PSC കയറ്റി വയ്ക്കുക, വെൽഫെയർ ബോർഡിന്റെ ചെയർമാനാക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് നാട് നശിപ്പിക്കുകയാണ്. നമ്മൾ സമാഹരിക്കുന്ന വിഭവങ്ങൾ മുഴുവനും ഇങ്ങനെ വെറുതെ പോവുകയാണ്, ഒന്നും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താതെ. അപ്പൊ അതൊക്കെ ചോദിക്കാനും പറയാനും നമുക്ക് ഈ പറയപ്പെട്ട ധൂർത്ത്, അതുപോലെ വകമാറ്റി ചെലവഴിക്കല്, ആവശ്യമില്ലാത്ത അപ്പോയിന്റ്മെന്റ്സ് നടത്തുക, ഇതെല്ലാം എല്ലാ തരത്തിലും. അതുപോലെ അകമ്പടി, ഒന്ന് ആലോചിച്ചു നോക്കൂ. അകമ്പടി വാഹനങ്ങളുടെ എണ്ണം ഞാൻ ഇവിടെ പറയുന്നില്ല. അതിനൊക്കെ കോടതി ഇടപെട്ട്, എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതിക്ക് ഇടപെടാൻ കഴിയാത്തത്? ഒരു രാജ്യത്തെ ഇത്രയധികം അകമ്പടി വാഹനങ്ങൾ ആവശ്യമില്ല. പ്രധാനമന്ത്രിക്കാണെങ്കിൽ കഴിഞ്ഞ ദിവസം ജസ്റ്റിൻ ട്രൂഡോ, അദ്ദേഹം റിസൈൻ ചെയ്യുന്നതിന് മുൻപ് ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് നടന്നു പോകുന്നുണ്ട്. ഒരു കുഞ്ഞ് അദ്ദേഹത്തിന്റെ തോളിൽ തന്നെയുണ്ട്. അദ്ദേഹം കനേഡിയൻ പ്രധാനമന്ത്രിയാണ്. ജസ്റ്റിൻ ട്രൂഡോ നടന്നു പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ എന്തെങ്കിലും കാണുമോ? എത്രയെത്ര അകമ്പടി വാഹനങ്ങളുമായിട്ടൊക്കെയാണ് ഓരോ മന്ത്രിമാര്, മുഖ്യമന്ത്രി ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തോന്നുകയാണ്, ഈ ബജറ്റ്, ഈ ഗവൺമെന്റ് ഒന്നും ഇല്ലാതിരുന്നെങ്കിൽ, രാജഭരണമായിരുന്നെങ്കിൽ ഇത്രയധികം ദൂർത്ത് കാണേണ്ടി വരും. ഒരൊറ്റ രാജാവിന്റെ ദൂർത്ത് കണ്ടാൽ മതി. ഇതങ്ങനെയല്ല, എത്രയോ പേരുടെ ദൂർത്താണ്, അവരുടെ പിടിയാളികളുടെ ദൂർത്താണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് ബജറ്റ് വരുമ്പോഴും ഇതിൽ നിന്നൊന്നും മോചനം കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. എങ്കിലും ധനമന്ത്രിയുടെ ശ്രദ്ധയിലേക്കാണ് ഇത്തരം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയത്.